ദേശീയ വോട്ടർ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ മാനാഞ്ചിറ മൈതാനത്ത് കാൻഡിൽ ലൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ഫ്ലെയിംസ് ഓഫ് യൂണിറ്റി, ദ വോയ്സ് ഓഫ് അവർ വോട്ട് എന്ന പ്രമേയം ആസ്പദമാക്കിയാണ് കാൻഡിൽ ലൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. ആയിരങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കാലിക്കറ്റ് സർവകലാശാല ജില്ലാ നാഷണൽ സർവീസ് സ്കീം, NSS ടെക്നിക്കൽ സെൽ, NCC, ജില്ലാ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്, ക്യാമ്പസ് ഓഫ് കോഴിക്കോട്, കുടുംബശ്രീ, നെഹ്റു യുവകേന്ദ്ര ജില്ലാ സ്വീപ് സെൽ എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മാർച്ച് മാനാഞ്ചിറ മൈതാനം വലം വെച്ച് ടൗൺ ഹാൾ, കോൺട്രസ്റ്റ് വഴി പബ്ലിക് ലൈബ്രറിയുടെ മുന്നിലൂടെ മൈതാനത്ത് സമാപിച്ചു. മാർച്ച് തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ശീതൽ ജി മോഹൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നാഷണൽ വോട്ടേഴ്സ് ഡേ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായ ദിവസത്തെ ഓർമ്മിപ്പിക്കുന്നതിനായിട്ടാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ 2010 മുതൽ എല്ലാ ജനുവരി 25-ന് നാം ആഘോഷിച്ചു വരുന്നത്. മാർച്ചിന് ശേഷം നൂറുകണക്കിന് ജനങ്ങളെ അണിനിരത്തി ഹ്യൂമൻ ഫോർമേഷൻ ഒരുക്കി വോട്ടർ ദിന പ്രതിജ്ഞയെടുത്തു. തുടർന്ന് നടന്ന വോട്ടർ ബോധവൽക്കരണ പരിപാടി സബ് കളക്ടർ ഹർഷിൽ ആർ മീണ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പസ് ഓഫ് കോഴിക്കോടിന്റെ കീഴിൽ നടന്ന പ്രസംഗ മത്സരം, രംഗോലി മത്സരം, ലഘുചിത്ര മത്സരം, റീൽ നിർമ്മാണ മത്സരം എന്നിവയിലെ വിജയികൾ ചടങ്ങിൽ സമ്മാനദാനം നിർവഹിച്ചു. മാർച്ചിന് പുറമെ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും കോളേജുകളിലും വോട്ടർ ദിന പ്രതിജ്ഞ, കോളേജുകൾ പങ്കെടുക്കുന്ന രംഗ് ദേ വോട്ട് എന്ന പേരിൽ വോട്ടർ ദിനാശയത്തിലൂന്നിയ രംഗോലി മത്സരം, കോഴിക്കോട് പരിസരങ്ങളിലെ പ്രധാന കവലകൾ കേന്ദ്രീകരിച്ച് സുശക്ത ജനാധിപത്യത്തിന് പ്രബുദ്ധ വോട്ടർമാർ എന്ന പ്രമേയത്തിൽ തെരുവു നാടകങ്ങൾ, ക്യാമ്പസ് വിദ്യാർത്ഥികൾക്കിടയിൽ വോട്ടർ രജിസ്ട്രേഷൻ സർവേ, തുടർന്ന് വോട്ടർ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് പ്രത്യേക രജിസ്ട്രേഷൻ ഡ്രൈവുകൾ, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച യുവജനങ്ങളുടെ അഭിപ്രായ ശേഖരണം ലക്ഷ്യമാക്കിയുള്ള യുവഹിതം, അഭിപ്രായ സർവേ തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. നെൽകൃഷിയിൽ 100% വിജയം തേടി തൃശൂർ മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. കിടങ്ങൂർ പാടശേഖരത്തിലെ അരയേക്കർ വയലിലാണ് കുട്ടികൾ നെൽകൃഷി ചെയ്തത്. കൊയ്യടി താളത്തിൽ കൊയ്യടി ചുറു ചുറുക്കുള്ള ശൃംഗാരി, മുറുക്കി ചോപ്പിച്ച കിളുന്ത ചുണ്ടില് പാട്ടുയരട്ടെ ശൃംഗാരി. താഴ്ത്തി കൊയ്യടി താളത്തിൽ കൊയ്യടി ചുറു ചുറുക്കുള്ള ശൃംഗാരി, മുറുക്കി ചോപ്പിച്ച കിളുന്ത ചുണ്ടില് പാട്ടുയരട്ടെ ശൃംഗാരി. വിത്തെറിഞ്ഞ് ഞാറ് മുളപ്പിച്ചതും ചേറ്റിലിറങ്ങി ഞാറ് നട്ടതും കള പറിച്ചതും വളമിട്ട് പരിപാലിച്ചതും വിദ്യാർത്ഥികൾ തന്നെ. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 50 വിദ്യാർത്ഥികൾ ചേർന്നാണ് നെൽകൃഷിയിൽ വിജയഗാഥ രചിച്ചത്. GHSS മരത്തങ്കോടിന്റെ NSS യൂണിറ്റിന്റെ ഭാഗമായിട്ട് ജൈവ നെൽകൃഷി എന്നുള്ള ഒരു പദ്ധതി ഞങ്ങൾ ആരംഭിച്ചു. ഞങ്ങൾക്ക് കുട്ടികൾക്ക് ആർക്കും തന്നെ കൃഷിയെപ്പറ്റി ഒന്നും അറിയണ്ടായിരുന്നില്ല. ആകെ 1-2 കുട്ടികളുടെ വീട്ടിലെ പാരൻസ് കർഷകരായിക്കൊണ്ട്, അപ്പൊ അവർക്ക് അതിന്റെ ചെറിയതായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾക്ക് കുട്ടികൾക്ക് തന്നെ പ്രത്യേകിച്ച് യാതൊരു കാര്യം അറിയണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കൃഷിയെപ്പറ്റി പഠിക്കുക, അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തുന്ന മരത്തങ്കോട് സ്കൂളിലെ NSSന്റെ നേതൃത്വത്തിലാണ് നെൽകൃഷി ചെയ്തത്. പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ NV വിനീതയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. അധ്യാപകരായ രേഷ്മ പടിക്കക്കവളപ്പിലും ഡോക്ടർ TT അജിത്തും സഹായികളായി മുന്നോട്ട് വന്നപ്പോൾ നെൽകൃഷി യാഥാർത്ഥ്യമാവുകയായിരുന്നു. കുറച്ചു കാലമായി മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു കുട്ടികളെ കൊണ്ട് നെൽകൃഷി ചെയ്യിപ്പിക്കണമെന്ന്. അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നിരുന്നില്ല. അങ്ങനെ ഒരു ദിവസമാണ് സ്കൂളിലെ റിട്ടയർഡ് അധ്യാപകനായ വിജയമാഷ് ഇങ്ങോട്ട് ചോദിച്ചത്, കുട്ടികൾക്ക് കൃഷി ചെയ്യാൻ നെൽപ്പാടം വേണോ എന്ന് സാറ് ചോദിച്ചു. അപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇപ്പോൾ എല്ലാ വിഷം കലർന്ന ഭക്ഷണങ്ങളാണ് അധികം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കിക്കൂടെ എന്ന ഒരു ഉദ്ദേശത്തിലാണ്
ജൈവ നെൽകൃഷി ഞങ്ങൾ ആരംഭിച്ചത്. സ്കൂളിലെ OAC പ്രസിഡന്റും പാടശേഖര സമിതി കൺവീനറുമായ വിജയൻ കൊട്ടാരപ്പാട്ടാണ് കൃഷി ചെയ്യാൻ ഭൂമി നൽകിയത്. കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച കർഷകനായ പ്രിയൻ എയ്യാലാണ് വിത്ത് നൽകിയതും ജൈവ കൃഷിയുടെ പാഠങ്ങൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകിയതും. കഴിഞ്ഞ ഒക്ടോബർ 5-നാണ് ഞാറുനടിയിൽ നടന്നത്. ആലത്തൂർ MP K രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. കൊയ്തെടുക്കുന്ന നെല്ല് അരിയാക്കി മരത്തംകോട് മഹിമ ജൈവ മട്ടരി എന്ന പേരിൽ പ്രദേശത്ത് തന്നെ വിൽപ്പന നടത്തുവാനാണ് സ്കൂളിന്റെ തീരുമാനം. ഇതിനാവശ്യമായ തുണിസഞ്ചികളും വിദ്യാർത്ഥികൾ തന്നെയാണ് തയ്യാറാക്കുന്നത്. കൊയ്ത്തുത്സവം ആഘോഷമാക്കുമെന്നും അരി വിറ്റ് ലഭിക്കുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുമെന്നും പ്രിൻസിപ്പൽ V സ്മിത അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.